നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗുഡ് ഫോർ മേക്കിംഗ് ദ ബ്രിക്ക്? ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് നമ്മുടെ ബ്രിക്ക് ഉണ്ടാക്കാൻ ബെറ്റർ അല്ലെങ്കിൽ ഗുഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? എ സിൽറ്റഡ് സോയിൽ, ബി വെതേർഡ് ക്ലേ, സി സോയിൽ, ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് ആകുമ്പോൾ സ്റ്റെപ്പിന്റെ എന്തൊക്കെയാണ് നമുക്കറിയാം. എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മോൾഡിംഗ്, ബേണിംഗ്, ഡ്രൈയിങ്. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്സ്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അഗെയിൻ ഫർദർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ നമ്മുടെ ഫർദർ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. അൺസോയിലിംഗ് ഉണ്ട്, അതേപോലെ ഡിഗ്ഗിംഗ് ഉണ്ട്, അതേപോലെ ക്ലീനിങ് ഉണ്ട്, അതേപോലെ വെതറിംഗ് ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഓക്കെ, വെതറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റനിങ്ങിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ക്ലീനിങ് ക്ലേ. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ നമ്മൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താണാവുന്നത്? അത് സോഫ്റ്റ് ആവും. ക്ലേ എന്ന് പറയുമ്പോൾ സോഫ്റ്റനിങ് എന്ന പ്രോസസ്സ് അതിൽ നടക്കും. ഓക്കെ, അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാൻ പറ്റും വെതറിംഗ് എന്ന് പറയുമ്പോൾ അത് ഈക്വലന്റ് ടു സോഫ്റ്റനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ റൈപ്പൻ ആവുന്നത് ആ പ്രോസസ്സില്ലേ, അതേപോലെയാണ് നമ്മുടെ വെതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലേ എന്താണ്? വെതേർഡ് ക്ലേ ആണ്. മനസ്സിലായല്ലോ? അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗുഡ് ഫോർ മേക്കിംഗ് ബ്രിക്ക്? അപ്പം എന്താണ് നമുക്ക് ഗുഡ് ആയിട്ടുള്ളത്? നമുക്ക് വെതേർഡ് ക്ലേ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ വെതേർഡ് ക്ലേ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ വെതേർഡ് ക്ലേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Red color obtained by the brick is due to the presence of A lime, B silica, C magnesia, ഡി അയൺ ഓക്സൈഡ്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് PSCയുടെ. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് റെഡ് കളർ ബ്രിക്കിൽ ഏതാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. റെഡ് കളർ നമുക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് അയൺ ഓക്സൈഡ് ആണ്. ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, അത് ഏത് കളറാണ്? ആക്ച്വൽ ആയിട്ടുള്ള കളർ എന്ന് പറയുമ്പോൾ റെഡിഷ് ബ്രൗൺ ആണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡിഷ് ബ്രൗൺ ആണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? When a brick is cut into two halves longitudinally, one part is called A king closer, B cornice brick, C Q enclosure, D voisers. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്, ബ്രിക്കിന്റെ കാറ്റഗറിയിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നോക്കാം കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ ഡയഗ്രാമിൽ കാണിക്കാം എങ്ങനെയാണ് കിങ് ക്ലോസർ. ഓക്കെ, കിങ് ക്ലോസർ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു കാണിക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ഒരു ബ്രിക്ക് ആണ്. ഓക്കെ, അപ്പോൾ ബ്രിക്കിൽ നമ്മൾ കിങ് ക്ലോസർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലെങ്ത്തിന്റെ ഹാഫ് എടുക്കും, അതേപോലെ നമ്മൾ എന്താണ് വിഡ്ത്തിന്റെ ഹാഫ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പോർഷന് നമുക്ക് എന്താണ് ചെയ്യുന്നത്? ഈ പോർഷന് നമ്മൾ റിമൂവ് ഓഫ് ആക്കി ചെയ്യുകയാണ്. ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കുള്ള പോർഷൻസ് ഏതാണ്? ഇതാണ് നമുക്ക് ഉള്ള പോർഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് ഉള്ള പോർഷൻ. ഈ പോർഷൻ ഇപ്പൊ ഞാൻ വരച്ച പോർഷൻ, ഈ ഒരു പോർഷൻ എന്താണ് ചെയ്യുന്നത്? കട്ട് ഓഫ് അല്ലെങ്കിൽ റിമൂവ് ഓഫ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കിങ് ക്ലോസർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? എങ്ങനെയൊക്കെ ഡെഫിനേഷൻ ചോദിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? ഹാഫ് വിഡ്ത്തിലും അതേപോലെ ഹാഫ് ലെങ്ത്തിലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്രിക്ക് നമ്മുടെ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ എന്താണ്? കിങ് ക്ലോസർ ആണ്. അതേപോലെ കിങ് ക്ലോസർ ഈസ് ഈക്വൽ ടു ഡാഷ് പോർഷൻ ഓഫ് ബ്രിക്ക്. ഓക്കെ, കിങ് ക്ലോസർ ഇസ് ഈക്വൽ ടു ഡാഷ് പോർഷൻ ഓഫ് ബ്രിക്ക്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും? കിങ് ക്ലോസർ എന്ന് പറയുമ്പോൾ 7/8 പോർഷൻ ഓഫ് ബ്രിക്ക് ആണ്. ഓക്കെ, 7/8 എന്ന് പറയുമ്പോൾ ഒരു പോർഷൻ അല്ലെങ്കിൽ 1/8 പോർഷൻ ആണ് നമ്മുടെ റിമൂവ് ഓഫ് ചെയ്യുന്നത്. മനസ്സിലായി? 1/8 പോർഷൻ ആണ് നോർമൽ റിമൂവ് ഓഫ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 8 പാർട്ടായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 8 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് 1/8 ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള പാർട്ട് എത്രയാണ്? 7/8 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ 7/8 പോർഷൻ ഓഫ് ബ്രിക്ക്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ കിങ് ക്ലോസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കിങ് ക്ലോസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂൻ ക്ലോസർ. ഓക്കെ, ക്യൂൻ ക്ലോസറിന്റെ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, ക്യൂൻ ക്ലോസറിന്റെ ഡയഗ്രാം എന്ന് പറയുമ്പോൾ
ക്യൂ എൻക്ലോസറിന്റെ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ലെങ്ത്തിന്റെ അലോങ് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ക്യൂ എൻക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത്തിന്റെ അലോങ് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തിന്റെ അലോങ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പോർഷൻ നമ്മുടെ കാണത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ പോർഷൻ നമ്മുടെ കയ്യിൽ കാണാം. അതായത് ഹാഫ് ബ്രിക്ക് നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, ബാക്കി എന്താണ്, ബാക്കി ഹാഫ് നമ്മൾ റിമൂവ് ഓഫ് ചെയ്തു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലെങ്ത്തിന്റെ അലോങ് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്രിക്ക് എന്ത് കിട്ടും, ഹാഫ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ക്വീൻ ക്ലോസർ ഇസ് ഈക്വൽ ടു ഹാഫ് പോർഷൻ ഓഫ് ദ ബ്രിക്ക്. ഓക്കെ, ഹാഫ് ദ ബ്രിക്ക് എന്ന് പറയാൻ പറ്റും, ഹാഫ് പോർഷൻ ഓഫ് ദ ബ്രിക്ക് എന്ന് പറയാൻ പറ്റും. അതേപോലെ നമ്മൾ ലെങ്ത്തിന്റെ അലോങ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എന്ന് പറയുന്നത് ക്വീൻ ക്ലോസർ. ഓക്കെ, അതിനാണ് നമ്മൾ ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, കോർണിഷ് ബ്രിക്ക്. കോർണിഷ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ അഗെയിൻ കോർണിഷ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ കോർണിഷ് ബ്രിക്ക് വരയ്ക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇങ്ങനത്തെ ഒരു പോർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പോർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർണിഷ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇങ്ങനത്തെ പോർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ കോർണിഷ് ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇതിനെ ഷേപ്പ് അല്ലെങ്കിൽ കർവ് ഷേപ്പ് കൊടുക്കുന്നത് വിഡ്ത്തിന്റെ അലോങ് ആണ്. ഓക്കെ, വിഡ്ത്തിന്റെ അലോങ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഉള്ള ഷേപ്പിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർണിഷ് ബ്രിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് കോർണിഷ് ബ്രിക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വോയിസേഴ്സ്. വോയിസേഴ്സ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, നമ്മൾ ആർച്ചസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ടേപ്പേർഡ് ബ്രിക്ക് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ടേപ്പേർഡ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ വോയിസേഴ്സ് എന്ന് പറയുന്നത്. ആർട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മുടെ വോയിസേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ടേപ്പേർഡ് ബ്രിക്ക് യൂസ്ഡ് ഇൻ ആർച്ച്, അങ്ങനെ ഓർത്തിച്ചാൽ മതി. ഓക്കെ, ടേപ്പേർഡ് ബ്രിക്ക് യൂസ്ഡ് ഇൻ ആർച്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിസേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. വെൻ എ ബ്രിക്ക് ഈസ് കട്ട് ഇൻ ടു ടു ഹാഫ്, ഓക്കെ, ടു ഹാഫ് ലോങ്കിറ്റ്യൂഡിനലി, വൺ പാർട്ട് ഈസ് കോൾഡ്, അതിനെ എന്താണ് പറയുന്നത്, ലോങ്കിറ്റ്യൂഡിനലി നമ്മൾ കട്ട് ചെയ്യുന്ന ബ്രിക്കിന് നമുക്ക് കിട്ടുന്ന ഒരു പോർഷൻ നമ്മൾ എന്താണ് പറയുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ നോക്കി. ഓക്കെ ആണല്ലോ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A brick masonry could fail due to A. Rupture along a vertical joint in poorly bonded walls. B. Shearing along a horizontal plane. C. Crushing due to overloading. ഡി എനി ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ എന്താണ് ചോദിച്ചിരുന്നത്, ബ്രിക്ക് മെഷീനറി കുഡ് ഫെയിൽ. അപ്പോൾ ബ്രിക്ക് മെഷീനറിയുടെ ഫെയിലിയറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെയിലിയർ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെയിലിയർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രിക്ക് മെഷീനറി ആണ് ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്നത്. ഇത് നമ്മുടെ ബ്രിക്ക് മെഷീനറി ആണ്. ഓക്കെ, നമ്മുടെ ബ്രിക്ക് മെഷീനറി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബ്രിക്ക് മെഷീനറി ആണ്, ഇത് നമ്മുടെ ബ്രിക്ക് മെഷീനറി ആണ്. ഓക്കെ, റഫായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് ഹൊറിസോണ്ടൽ ഷിയറിംഗ്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഷിയറിംഗ്. അപ്പോൾ ഞാൻ വേറെ കളറിൽ കാണിക്കാം. ഹൊറിസോണ്ടൽ ഷിയറിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർഷൻ. അപ്പം ഇവിടെയാണ് ഷിയറിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ ഷിയറിംഗ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ഫെയിലിയർ വരുന്നത്. ഹൊറിസോണ്ടൽ ഷിയറിംഗ് എന്നാണ് പറയുന്നത്. അലോങ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ ഷിയറിംഗ്. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണെന്ന് ഓർക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നമ്മുടെ വരുന്നത് ക്രഷിംഗ് ഫെയിലിയർ. ഓക്കെ,
ക്രഷിംഗ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ n number of reason ക്രഷ് ആവാറുണ്ട്. ഓക്കെ, ഡ്യൂ ടു n number of reason നമ്മുടെ ക്രഷ് ആവാറുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് റീസൺ ക്രഷ് ആവാറുണ്ട്. ഇതാണ് നമ്മുടെ ക്രഷിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഡ്യൂ ടു എനി റീസൺ നമ്പർ ഓഫ് റീസൺ നമുക്ക് ക്രഷ് ആവാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനാണ് നമ്മൾ പറയുന്നത് ക്രഷിംഗ് ഫെയിലിയർ. ഓക്കെ, ക്രഷിംഗ് ഫെയിലിയർ, ഇതിനാണ് നമ്മൾ ക്രഷിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, ഹൊറിസോണ്ടൽ ഷിയറിംഗ്, horizontal shearing along horizontal plane. Okay, horizontal shearing along horizontal plane. Clear ആണല്ലോ? തേർഡ് എന്താണ്? തേർഡ് നമ്മുടെ എന്താണ്? റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ചില നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഡയഗണൽ ആയിട്ടുള്ള ക്രാക്സ് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എന്ന് പറയും ഡയഗണൽ ആയിട്ടുള്ള ഇങ്ങനെ ക്രാക്സ് കാണാൻ പറ്റും. ഡയഗണൽ ആയിട്ടുള്ള ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഡയഗണൽ ഫെയിലിയർ. ഓക്കെ, ഡയഗണൽ ഫെയിലിയർ അല്ലെങ്കിൽ ഡയഗണൽ ക്രാക്കിംഗ്. ഓക്കെ, ഡയഗണൽ ക്രാക്കിംഗ്, ഡയഗണൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ തേർഡ് ടൈപ്പ് ഡിഫക്റ്റ് ആണ്. അടുത്ത എന്താണുള്ളത്? നമുക്ക് അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് നമ്മുടെ ഓക്കെ, അടുത്ത ടൈപ്പ് ആണ് നമ്മുടെ എന്താണ്? വെർട്ടിക്കൽ ജോയിന്റ് ഫെയിലിയർ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും വെർട്ടിക്കൽ ജോയിന്റ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സിൽ വരും. ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്താണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ജോയിന്റ് ഫെയിലിയർ. എന്താണ് പറഞ്ഞത്? വെർട്ടിക്കൽ ജോയിന്റ് ഫെയിലിയർ. വെർട്ടിക്കൽ ജോയിന്റ് ഫെയിലിയർ. ഓക്കെ, നമ്മുടെ എന്ത് പറയാൻ പറ്റും? ഇതിന് നമ്മൾ ഷിയർ ക്രാക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷിയർ ക്രാക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ. അപ്പോൾ 4 നമുക്ക് ഡിഫക്റ്റ് നമ്മൾ നോക്കി. എന്തൊക്കെയാണ്? വെർട്ടിക്കൽ ജോയിന്റ് ഫെയിലിയർ. അപ്പോൾ വെർട്ടിക്കൽ ഒരു പ്ലെയിനിലാണ് വെർട്ടിക്കലായിട്ടുള്ള എന്താണ് വെർട്ടിക്കലിയാണ് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ആവുന്നത്. അതിന് നമ്മൾ ഷിയർ ക്രാക്ക് എന്ന് പറയും. ഓക്കെ, അതേപോലെ ഡയഗണലി ആകുമ്പോൾ ഡയഗണൽ ക്രാക്കിംഗ് എന്ന് പറയും. അതേപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലാവുമ്പോൾ ഹൊറിസോണ്ടൽ ഷിയറിംഗ് എന്ന് പറയും, അലോങ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, അതേപോലെ ക്രഷ് ആകുമ്പോൾ ക്രഷിംഗ് ഫെയിലിയർ എന്ന് പറയും. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് ഡിഫക്ട്സ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? Brick masonry could fail due to rupture along a vertical joint in poorly bonded walls. അത് നമ്മൾ ഓൾറെഡി നോക്കി ലാസ്റ്റ് ആയിട്ടുള്ള ഡയഗ്രാം. ഓക്കെ, ഷിയറിംഗ് അലോങ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇത് നമ്മൾ നോക്കി. ക്രഷിംഗ് ഡ്യൂ ടു
ഓവർലോഡിങ് ഇത് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എനി ഓഫ് ദിസ്. ഓക്കെ, ബ്രിക്ക് മെഷീനറിയിൽ ഈ ഇപ്പം നമ്മൾ നോക്കിയ ഏത് ടൈപ്പ് ക്രാക്സ് അല്ലെങ്കിൽ ഡിഫക്ട്സ് കോസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എനി ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇവിടെ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Standard size of brick as per Indian standard is A 20 centimeter into 10 centimeter into 10 centimeter, B 23 centimeter into 12 centimeter into 8 centimeter, C 19 centimeter into 9 centimeter into 9 centimeter, D 18 centimeter into 9 centimeter into 9 centimeter. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമ്മളൊന്നും കുറേ പ്രാവശ്യം സോൾവ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 19 into 9 into 9 centimeter. ഓക്കെ, n നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോമിനൽ ബ്രിക്ക്, സ്റ്റാൻഡേർഡ് ബ്രിക്ക്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് എപ്പോഴും ഓർത്തിരിക്കുക. 19 into 9 into 9 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ്. ക്ലിയർ ആണല്ലോ? അതേപോലെ മോട്ടർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ്? 1 centimeter. ഓക്കെ, ടോട്ടലായിട്ട് 1 centimeter കൂടെ വരും. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ്? 20 into 10 into 10 ആവും. അത് നമ്മൾ ഓർത്തിരിക്കണം.